സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്ന് സാധാരണയായി റീലുകളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. 1400 വർഷം മുമ്പ് ഒരു ടെലിസ്കോപ്പോ ദൂരദർശിനിയോ ഒന്നുമില്ലാത്ത ആ ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞ കാലഘട്ടത്തിലാണ് ഈ ഖുർആൻ ഇറങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്. അതിന് പറയുന്ന വചനം നോക്കുക. വശംസു തജ്രി, സൂര്യൻ സഞ്ചരിക്കുന്നു, സൂര്യൻ സഞ്ചരിക്കുന്നു, ലി മുസ്തഖറിൻ ലഹ, അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക്, ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, പ്രതാപിയും സർവജ്ഞനുമായ അള്ളാഹു കണക്കാക്കിയതാണ്. ഇത് മുഹമ്മദ് നബിക്ക് എങ്ങനെ കിട്ടുമായിരുന്നു? കൃത്യം. ഇനി ഈ ആയത്തിൻ്റെ അവസാനം വേറെ ഇതിലും വലിയ അത്ഭുതത്തോടു കൂടിയത് അവസാനിക്കുന്നത്. ഇത് പോകുന്നത് ചെറിയ വേഗത ഒന്നുമല്ല, 7-8 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ്. സുബ്ഹാനല്ലാഹ്. എത്രയോ കോടിക്കണക്കിന് ആസ്ട്രോയിഡും 40,000 കോടിയോളം നക്ഷത്രങ്ങളും എല്ലാം ഇതിൻ്റെ ഇടയിലൂടെയാണ് ഇതും പോകുന്നത്. എന്നാൽ എവിടെയും അതിനൊരു ബാലൻസ് കൂട്ടിമുട്ടയില്ല. അള്ളാഹു അല്ലാതെ ഇന്നല്ലാഹ യുംസിക്കു സമാവാതി വൽ അർള അൻ തസൂല വൽ ഇൻസാലത, ഇനി എങ്ങാനും അത് മാറിപ്പോകണം. അള്ളാഹു അല്ലാതെ അതിനെ പിടിച്ചു നിർത്തുന്നില്ല. മറ്റാരാണ് അതിനെ പിടിച്ചു നിർത്താനുള്ളതെന്ന് അള്ളാഹു ചോദിക്കുന്നത്. എന്തൊരു ആയത്തുകളാണെന്ന് അറിയണം. ഇത് നമുക്ക് നമസ്കരിക്കുമ്പോഴല്ല നമുക്ക് വലിയ ഖുശൂ കിട്ടും. ഇതിനെപ്പറ്റി നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ചിന്ത പോകണമല്ലോ അതിൻ്റെ കൂടെ. അപ്പം തീർച്ചയായും ഇക്കാലഘട്ടത്തിലേക്ക് നമുക്കിത് വലിയൊരു ഖുശൂ ഉണ്ടാക്കുന്ന ആയത്തുകളാണിത്. ഞാനും ഈ പള്ളിയും ഈ ഭൂമിയെല്ലാം ഈ പ്രപഞ്ചത്തിലൂടെ പോകുന്നുണ്ട്. അള്ളാഹു അല്ലാതെ ഇതിനെ ബാലൻസിൽ പിടിച്ചു നിർത്താൻ ആരുണ്ട്? നിരീശ്വരവാദികൾ കഴിഞ്ഞ 80-90 കാലഘട്ടങ്ങളിൽ രൂക്ഷമായി വിമർശിച്ചിരുന്ന വചനം, ഖുർആൻ പറയുന്നു സൂര്യൻ സഞ്ചരിക്കുന്നു, എന്നാൽ ശാസ്ത്രം പറയുന്നു സൂര്യൻ എങ്ങോട്ടും സഞ്ചരിക്കുന്നില്ല, എല്ലാം സൂര്യനെ കറങ്ങിയാണ്, സൂര്യയുടെ നിൽക്കുകയെന്ന് അവരുടെ ധാരണ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ശാസ്ത്രം കണ്ടെത്തിയെങ്കിലും കൂടി സ്കൂൾ ബുക്കുകളിൽ പോലും അതായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അന്ന് ഒരുപാട് ആളുകൾ ഈ പരിഹാസം കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇന്നിതാ ശാസ്ത്രം അത് സത്യപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹ്.